ഒരേ രക്തം, ഒരേ സംസ്കാരം, നൂറ്റാണ്ടുകളായി ഒരുമിച്ചുറങ്ങിയ ഒരേയൊരു മണ്ണ്. പക്ഷേ വടക്കിന്റെ ചുവപ്പൻ സിംഹം കിം ഇൽ സുങ്ങിന്റെ മനസ്സിൽ ദക്ഷിണ കൊറിയയോട് പുകഞ്ഞുകൊണ്ടിരുന്ന വെറുപ്പ് വെറും ഒരു അതിർത്തി തർക്കമായിരുന്നില്ല. അത് പാശ്ചാത്യ ശക്തികളോടും മുതലാളിത്തത്തോടുമുള്ള കടുത്ത പ്രത്യയശാസ്ത്രപരമായ പകയായിരുന്നു. കിമ്മിന്റെ കണ്ണിൽ 38ാം സാമന്തരേഖയ്ക്ക് താഴെയുള്ള തന്റെ സ്വന്തം സഹോദരങ്ങൾ ജീവിച്ചിരുന്നത് സ്വാതന്ത്ര്യത്തിലായിരുന്നില്ല, മറിച്ച് അമേരിക്ക എന്ന സാമ്രാജ്യത്വ ശക്തിയുടെ അടിമത്തത്തിലായിരുന്നു. തന്റെ മണ്ണിൽ അമേരിക്കൻ സൈന്യം ബൂട്ടിട്ട് നടക്കുന്നതും മുതലാളിത്തത്തിന്റെ സ്വാധീനം പടരുന്നതും കിമ്മിന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ദക്ഷിണ കൊറിയയെ അമേരിക്കയുടെ കൈകളിൽ നിന്ന് മോചിപ്പിച്ച് ഒരൊറ്റ ചുവപ്പ് പതാകയ്ക്ക് കീഴിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കുക എന്നത് കിം ഇൽ സുങ്ങിന്റെ കേവലം ഒരു ആഗ്രഹം മാത്രമായിരുന്നില്ല, അത് അയാളുടെ ഭ്രാന്തമായ വാശിയായിരുന്നു. ആ വാശിയും വെറുപ്പുമാണ് ഒടുവിൽ സ്വന്തം സഹോദരങ്ങൾക്കെതിരെ തന്നെ തോക്കെടുക്കാൻ അയാളെ പ്രേരിപ്പിച്ചത്. സോവിയറ്റ് യൂണിയന്റെയും ചൈനയുടെയും പിന്തുണയോടെ കിം മനസ്സിൽ ഉറപ്പിച്ച ആ രാഷ്ട്രീയ പക 3 വർഷം കൊണ്ട് 30 ലക്ഷത്തോളം മനുഷ്യരെയാണ് കൊന്നൊടുക്കിയത്. ഒരു ജനതയെ എന്നേക്കുമായി രണ്ടായി പിളർത്തിയ, ഇന്നും ഔദ്യോഗികമായി അവസാനിച്ചിട്ടില്ലാത്ത ആ ചോരക്കളിക്ക് കിം ഇൽ സുങ് എങ്ങനെയാണ് തുടക്കമിട്ടതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോക ചരിത്രത്തിലെ ഏറ്റവും വിചിത്രവും എന്നാൽ ഏറ്റവും ഭീകരവുമായ ഒരു യുദ്ധത്തെക്കുറിച്ചാണ്. ഔദ്യോഗികമായി ഇന്നും അവസാനിച്ചിട്ടില്ലാത്ത ഒരു യുദ്ധം, അതാണ് കൊറിയൻ യുദ്ധം. ഒരു ഭാഗത്ത് ആഡംബര കാറുകളും അത്യാധുനിക സാങ്കേതിക വിദ്യയുമായി ലോകത്തെ തന്നെ നയിക്കുന്ന ദക്ഷിണ കൊറിയ, മറുഭാഗത്ത് ലോകത്തിൽ നിന്ന് പൂർണ്ണമായി ഒറ്റപ്പെട്ട് ആണവായുധങ്ങളുമായി ഭയപ്പെടുത്തുന്ന ഉത്തര കൊറിയ. ഒരേ ചോരയും ഒരേ ഭാഷയുമുള്ള ഒരു ജനത എങ്ങനെയാണ് ഇത്രയും കടുത്ത ശത്രുക്കളായ 2 രാജ്യങ്ങളായി മാറിയത്? ആ കഥ അറിയണമെങ്കിൽ നമ്മൾ 1950കളിലേക്ക് പോകണം. ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും നേരിട്ട് ഏറ്റുമുട്ടാതെ മറ്റൊരു മണ്ണിൽ നടത്തിയ ആദ്യത്തെ വലിയ പ്രോക്സി വാർ അഥവാ പരോക്ഷ യുദ്ധമായിരുന്നു ഇത്. 2ാം ലോക മഹായുദ്ധം വരെ കൊറിയ ഒരൊറ്റ രാജ്യമായിരുന്നു. എന്നാൽ 35 വർഷത്തോളം ക്രൂരമായ ജാപ്പനീസ് ഭരണത്തിന് കീഴിലായിരുന്നു ഈ പ്രദേശം. 1945-ൽ 2ാം ലോക മഹായുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെട്ടതോടെ കൊറിയയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടി. എന്നാൽ ആ സന്തോഷത്തിന് ആയുസ് കുറവായിരുന്നു. ജപ്പാനെ തുരത്താൻ കൊറിയയുടെ വടക്കൻ ഭാഗത്ത് സോവിയറ്റ് യൂണിയന്റെ കമ്മ്യൂണിസ്റ്റ് സൈന്യവും തെക്കൻ ഭാഗത്ത് അമേരിക്കൻ സൈന്യവുമാണ് എത്തിയത്. യുദ്ധം കഴിഞ്ഞപ്പോൾ ഈ 2 വൻ ശക്തികളും കൊറിയയെ തങ്ങളുടെ സ്വാധീനത്തിലാക്കാൻ നോക്കി. അങ്ങനെ ഭൂപടത്തിന്റെ കൃത്യം നടുക്കിലൂടെ 38th പാരലൽ എന്ന് വിളിക്കുന്ന 38 ഡിഗ്രി അക്ഷാംശ രേഖയെ അതിർത്തിയാക്കി കൊറിയയെ അവർ 2ആയി വിഭജിച്ചു. വടക്കൻ ഭാഗം സോവിയറ്റ് യൂണിയന്റെ പിന്തുണയോടെ കിം ഇൽ സുങ്ങിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടമായി മാറി. ഇന്നത്തെ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ മുത്തശ്ശനാണ് അദ്ദേഹം. തെക്കൻ ഭാഗം അമേരിക്കയുടെ പിന്തുണയോടെ സിങ്മാൻ റീ എന്ന നേതാവിന്റെ കീഴിൽ ഒരു മുതലാളിത്ത അനുകൂല രാജ്യവുമായി മാറി. പക്ഷേ ഈ 2 നേതാക്കൾക്കും കൊറിയയെ വിഭജിച്ചു നിർത്താൻ താല്പര്യമില്ലായിരുന്നു. തങ്ങളുടെ കീഴിൽ കൊറിയയെ ഒന്നിപ്പിക്കണമെന്ന് ഇരുപക്ഷവും ആഗ്രഹിച്ചു. അതിനായി വടക്കൻ കൊറിയൻ നേതാവ് കിം ഇൽ സുങ് സോവിയറ്റ് യൂണിയന്റെയും പുതിയതായി കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറിയ ചൈനയുടെയും സഹായം തേടി. അമേരിക്ക തെക്കൻ കൊറിയയെ സഹായിക്കാൻ വരില്ലെന്ന ഉറപ്പിൽ സോവിയറ്റ് യൂണിയൻ വടക്കൻ കൊറിയയ്ക്ക് വൻതോതിൽ ആയുധങ്ങളും ടാങ്കുകളും നൽകി. അങ്ങനെ 1950 ജൂൺ 25-ാം തീയതി പുലർച്ചെ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് വടക്കൻ കൊറിയൻ സൈന്യം അതിർത്തി കടന്ന് ദക്ഷിണ കൊറിയയെ ആക്രമിച്ചു. കനത്ത ആയുധബലവുമായി വന്ന വടക്കൻ സൈന്യത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ തെക്കൻ കൊറിയയ്ക്ക് കഴിഞ്ഞില്ല. വെറും 3 ദിവസം കൊണ്ട് ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോൾ അവർ പിടിച്ചെടുത്തു. ദക്ഷിണ കൊറിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളും ദിവസങ്ങൾക്കുള്ളിൽ വടക്കൻ കൊറിയയുടെ നിയന്ത്രണത്തിലായി. കമ്മ്യൂണിസം ഏഷ്യയിൽ മുഴുവൻ പടരുമെന്ന് ഭയന്ന അമേരിക്ക ഈ സമയം ശക്തമായി ഇടപെട്ടു. അവർ വിഷയം ഐക്യരാഷ്ട്ര സംഘടനയിൽ എത്തിച്ചു. വടക്കൻ കൊറിയയുടെ അധിനിവേശത്തെ തടയാൻ UN സെക്യൂരിറ്റി കൗൺസിൽ തീരുമാനിച്ചു. അമേരിക്കയുടെ നേതൃത്വത്തിൽ ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള 16 രാജ്യങ്ങളുടെ സൈന്യത്തെ UN പതാകയ്ക്ക് കീഴിൽ ദക്ഷിണ കൊറിയയെ സഹായിക്കാൻ അയച്ചു. ഇന്ത്യ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും പരിക്കേറ്റ സൈനികരെ ചികിത്സിക്കാനായി ഒരു മെഡിക്കൽ സംഘത്തെ അയച്ച് വലിയൊരു മാനുഷിക സഹായം നൽകിയിരുന്നു. അമേരിക്കൻ ജനറലായ ഡഗ്ലസ് മക്കാർദറുടെ നേതൃത്വത്തിലാണ് UN സൈന്യം കൊറിയയിൽ എത്തിയത്. അവർ ദക്ഷിണ കൊറിയയുടെ തെക്കേ അറ്റത്തുള്ള പൂസാൻ എന്ന ചെറിയൊരു പ്രദേശത്തേക്ക് ചുരുങ്ങിപ്പോയ തെക്കൻ സൈന്യത്തെ കൂട്ടി ശക്തമായി തിരിച്ചടി തുടങ്ങി. ഇഞ്ചിയോൺ ലാൻഡിംഗ് എന്ന തന്ത്രപ്രധാനമായ സൈനിക നീക്കത്തിലൂടെ വടക്കൻ സൈന്യത്തിന്റെ പിന്നിൽ നിന്ന് UN സൈന്യം ആക്രമിച്ചു. ഈ നീക്കം വടക്കൻ കൊറിയയെ പൂർണ്ണമായി തകർത്തു. ദക്ഷിണ കൊറിയൻ പ്രദേശങ്ങൾ തിരിച്ചുപിടിച്ച് UN സൈന്യം വടക്കൻ കൊറിയയിലേക്ക് ഇരച്ചു കയറാൻ തുടങ്ങി. അവർ വടക്കൻ കൊറിയയുടെ തലസ്ഥാനമായ
പോങ്യാങ് പിടിച്ചെടുക്കുകയും ചൈനയുടെ അതിർത്തിയോട് ചേർന്ന യാലു നദി വരെ എത്തുകയും ചെയ്തു. ഇതോടെ കൊറിയ മുഴുവൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ കീഴിലാകുമെന്ന് ഉറപ്പായി. എന്നാൽ ഇവിടെയാണ് യുദ്ധം അടുത്ത തിരിവിലേക്ക് കടന്നത്. തങ്ങളുടെ അതിർത്തിക്കടുത്ത് അമേരിക്കൻ സൈന്യം എത്തിയത് ചൈനയ്ക്ക് വലിയ ഭീഷണിയായി തോന്നി. ചൈനീസ് നേതാവായ മാവോ സെത്തുങ് കടുത്തൊരു തീരുമാനമെടുത്തു. 1950 ഒക്ടോബറിൽ ലക്ഷക്കണക്കിന് ചൈനീസ് സൈനികർ രഹസ്യമായി യാലു നദി കടന്ന് യുദ്ധമുഖത്തേക്ക് വന്നു. ചൈനയുടെ മനുഷ്യ ബോംബ് പോലെയുള്ള ഈ വൻ സൈന്യത്തിന് മുന്നിൽ UN സൈന്യത്തിന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. കടുത്ത മഞ്ഞുകാലത്ത് നടന്ന ഈ പോരാട്ടത്തിൽ ചൈനീസ് സൈന്യം UN സൈന്യത്തെ തുരത്തി വീണ്ടും ദക്ഷിണ കൊറിയയുടെ തലസ്ഥാനമായ സോൾ പിടിച്ചെടുത്തു. യുദ്ധം ഭീകരമായ അവസ്ഥയിലേക്ക് നീങ്ങിയപ്പോൾ ചൈനയ്ക്ക് മേൽ ആണവായുധം പ്രയോഗിക്കാൻ പോലും അമേരിക്കൻ ജനറൽ മക്കാർതർ ആലോചിച്ചു. എന്നാൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകുമെന്ന് ഭയന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രൂമാൻ അതിന് അനുവാദം നൽകിയില്ലെന്ന് മാത്രമല്ല, മക്കാർതറെ ആ പദവിയിൽ നിന്ന് നീക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും ശക്തമായി തിരിച്ചടിച്ച UN സൈന്യം ചൈനീസ് വടക്കൻ കൊറിയൻ സൈന്യത്തെ 38ാം സാമന്തരേഖയ്ക്ക് മുകളിലേക്ക് തുരത്തി. 1951 പകുതിയോടെ യുദ്ധം തുടങ്ങിയ അതേ അതിർത്തിയിൽ തന്നെ എത്തി നിൽക്കാനേ ഇരുപക്ഷത്തിനും കഴിഞ്ഞുള്ളൂ. പിന്നീട് 2 വർഷത്തോളം വലിയ മുന്നേറ്റങ്ങളൊന്നുമില്ലാതെ കടുത്ത പോരാട്ടങ്ങൾ തുടർന്നു. രണ്ടു ഭാഗത്തും ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു വീണുകൊണ്ടിരുന്നു. ജനങ്ങൾ യുദ്ധം കൊണ്ട് കടുത്ത പട്ടിണിയിലും ദുരിതത്തിലുമായി. ഒടുവിൽ വൻ ശക്തികൾക്ക് ഈ യുദ്ധം കൊണ്ട് ഇനി കാര്യമില്ലെന്ന് മനസ്സിലായി. സോവിയറ്റ് യൂണിയൻ നേതാവായിരുന്ന സ്റ്റാലിന്റെ മരണത്തോടെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് വേഗത കൂടി. അങ്ങനെ 1953 ജൂലൈ 27-ന് ഇരുപക്ഷവും ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചു. ഇവിടെയാണ് കൗതുകകരമായ ഒരു കാര്യമുള്ളത്. ഇതൊരു സമാധാന കരാർ ആയിരുന്നില്ല, വെറും ഒരു വെടിനിർത്തൽ കരാർ മാത്രമായിരുന്നു. അതായത് സാങ്കേതികമായി ഈ രണ്ടു രാജ്യങ്ങളും ഇന്നും യുദ്ധത്തിലാണ്. വെടിവെപ്പ് താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു എന്ന് മാത്രം. ഈ യുദ്ധം വരുത്തിവെച്ച നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. ഏകദേശം 30 ലക്ഷത്തോളം മനുഷ്യരാണ് ഈ 3 വർഷം കൊണ്ട് കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായ കൊറിയൻ ജനങ്ങളായിരുന്നു. യുദ്ധത്തിന് ശേഷം ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീമിലിറ്ററൈസ്ഡ് സോൺ അഥവാ സൈനിക രഹിത മേഖല സ്ഥാപിച്ചു. ഇന്ന് ലോകത്തിലെ ഏറ്റവും കടുത്ത കാവലുള്ള അതിർത്തികളിൽ ഒന്നാണിത്. ഈ അതിർത്തി കാരണം ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് സ്വന്തം ബന്ധുക്കളെ കാണാൻ കഴിയാതെ ഇരുവശത്തുമായി ഒറ്റപ്പെട്ടു പോയത്. യുദ്ധത്തിന് ശേഷം ദക്ഷിണ കൊറിയ അമേരിക്കയുടെ സഹായത്തോടെ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി വളർന്നു. എന്നാൽ ഉത്തര കൊറിയ കടുത്ത കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യത്തിന് കീഴിൽ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ദരിദ്രമായ എന്നാൽ ലോകത്തെ മുഴുവൻ ഭയപ്പെടുത്തുന്ന ഒരു ആണവ ശക്തിയായി മാറി. ചുരുക്കത്തിൽ കൊറിയൻ യുദ്ധം എന്നത് ഒരേ ചോരയിലുള്ള മനുഷ്യരെ പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ വൻ ശക്തികൾ ഭിന്നിപ്പിച്ചതിന്റെ വലിയൊരു ദുരന്ത കഥയാണ്. വൻ ശക്തികളുടെ രാഷ്ട്രീയ മത്സരങ്ങൾക്കിടയിൽ ഒരു ജനതയുടെ ജീവിതം എങ്ങനെ ഹോമിക്കപ്പെടുന്നു എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമായി ഇന്നും കൊറിയൻ ഉപദ്വീപ് നിലകൊള്ളുന്നു. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.